Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നതാണ് മാക്സ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റി. അപ്പോൾ ഈ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസിന് എല്ലാ മോളിക്യൂൾസിനും എന്താണ്, ഗ്യാസിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ മോളിക്യൂൾസിന് എല്ലാത്തിലും സെയിം വെലോസിറ്റി ആണോ? അല്ലല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് വെലോസിറ്റി ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മാക്സ്വെല്ലും ബോൾട്സ്മാനും രണ്ട് സയൻറ്റിസ്റ്റാണ്. അവരെന്ത് ചെയ്യാണ്, ഗ്യാസ് മോളിക്യൂളിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചു. എങ്ങനെ? ഓവർ ഡിഫറെൻറ്റ് വെലോസിറ്റി. അതായത് ഓരോ പോസിബിളായിട്ട് ഇപ്പോൾ 0 to ഹൈ വാല്യൂ ഇങ്ങനെ വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഗ്യാസ് മോളിക്യൂളിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചതാണ് എന്ത്, മാക്സ്വെല്ലും ബോൾട്സ്മാനും. അതായത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഓവർ പോസിബിൾ വെലോസിറ്റി ഫ്രം 0 to ഹൈ വാല്യൂ. അതായത് വാല്യൂ സി ഒരു 0 എന്ന് നമ്മളിങ്ങനെ കൂടി വരുന്നതനുസരിച്ച് എന്ത് ചെയ്തു, ഒരു ഗ്യാസ് മോളിക്യൂളിനെ അവരെന്ത് ചെയ്തു, അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതാണ് മാക്സ്വെല്ലും ബോൾട്സ്മാനും ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നത്, മാക്സ്വെൽസ് ലോ, അല്ലെങ്കിൽ വേറൊരു പേരാണ് എന്ത്, മാക്സ്വെൽ ബോൾട്സ്മാൻ ലോ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? dN/n ഈക്വൽ ടു 4πm/2πRT raised to 3/2 e raised to -mc²/2RT c² dc. ഇതാണെന്ത്, മാക്സ്വെൽസ് ലോ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. ഇതിൽ ഈ സ്മാൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ എൻ മോളിക്യൂൾ, അതായത് ക്യാപിറ്റൽ എൻ മോളിക്യൂൾസ് ഉണ്ട്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സിൻ്റെയും C+dCൻ്റെയും ഒരു ഇടയിലാണ്. അപ്പോൾ അത് എത്ര മോളിക്യൂൾസ് ഉണ്ട്, അതായത് സിൻ്റെയും C+dC വെലോസിറ്റിൻ്റെ ഇടയിൽ ടോട്ടൽ എൻ മോളിക്യൂൾസിൽ നിന്ന് എത്ര മോളിക്യൂൾസാണ് ഈ ഒരു വെലോസിറ്റി പോസിബിളായിട്ട് ഉള്ളത് എന്നതാണെന്ത്, dN, സ്മാൾ ലെറ്റർ dN. അതുപോലെ എം, ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് എന്താണ്, മോളിക്കുലാർ മാസ് ഓഫ് ഗ്യാസ്. ടി എന്താണ്, കെൽവിൻ ടെമ്പറേച്ചർ. ഇനി ഈ ഇക്വേഷൻ്റെ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് വെലോസിറ്റി ബിറ്റ്വീൻ C and C+dC. അതായത് C and C+dCൻ്റെ ഇടയിലുള്ള മോളിക്യൂൾ, ടോട്ടൽ മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷനാണ് എന്ത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റെപ്രസെൻ്റ് ചെയ്തത്. ഇനി അതിൽ നമ്മൾ കാണുന്നില്ലേ e raised to -mc²/2RT എന്ന് പറയുന്നത്, അതെന്താണ്, അതിനാണ് ബോൾട്സ്മാൻ ഫാക്ടർ എന്ന് പറയുന്നത്. ആ ഒരു ടേമാണ്. അതായത് നമുക്കറിയാം നെഗറ്റീവ് e raised to -mc²/2RT ആണ്. അതായത് എക്സ്പൊണൻഷ്യൽ ഫാക്ടറാണ്. അതിന് നമ്മൾ എന്തായിട്ട് പറയും, ബോൾട്സ്മാൻ ഫാക്ടർ എന്നാണ് പറയുന്നത്. ഇതിൽ ടി എന്താണ്, ഡിനോമിനേറ്ററിലാണ്. അതുപോലെ എന്ത് ചെയ്യും, അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോൾട്സ്മാൻ ഫാക്ടർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അതുപോലെ എന്ത് ചെയ്യും, ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും ഹാവിങ് ഹയർ വെലോസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് വെലോസിറ്റി കൂടുതലുള്ള ഫ്രാക്ഷനാണ് കൂടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ബോൾട്സ്മാൻ ഫാക്ടർ കൂടുന്നു. അതുപോലെ എന്താണ്, ഹൈ വെലോസിറ്റി പൊസസ് ചെയ്തിട്ടുള്ള മോളിക്യൂളിൻ്റെ ഫ്രാക്ഷൻസും കൂടുന്നു. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കൂടുന്നത്, അത് ഓർത്ത് വെക്കണം. ഇനി നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ, അതായത് dN/n ഈക്വൽ ടു 4πm/2πRT 3/2 e raised to -mc²/2RT c² dC എന്നുള്ള ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ മാറ്റം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ മാറ്റാണ്, ഒരു വേറൊരു ഇക്വേഷനായിട്ട് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് നേരത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യുന്നു, വെറും മോളിക്കുലാർ മാസിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതിനൊന്ന് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലേക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ് ആ ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ എന്തായിരിക്കും, 1/n dN/dC ഈക്വൽ ടു 4πm/2πRT raised to 3/2 e raised to -mc²/2RT c². അപ്പോൾ ഒന്നുമില്ല, നേരത്തെ ഇക്വേഷൻ കണ്ടിരുന്നു. ആ ഇക്വേഷനിൽ എന്ത് ചെയ്തു,
DC² എന്നുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലായിരുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ടാണ് മാറുന്നത്, അതായത് 1/n dN/dc എന്നുള്ളത് എന്തായിട്ട് മാറും, probability of finding molecules having velocity c. അതായത് c വെലോസിറ്റി കാണിക്കുന്ന മോളിക്യൂൾസിന് ചാൻസ് ആണ് അവിടെ കൂടുന്നത്. അതായത് പ്രോബബിലിറ്റി അവിടെ എന്ത് ചെയ്യും, c വെലോസിറ്റി കാണിക്കുന്ന മോളിക്യൂൾസിൻ്റെ പ്രോബബിലിറ്റിയാണ് അവിടെ കൂടുന്നത്. എത്രയാണ് കറക്റ്റ് കൂടുന്നതല്ല, എത്രയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതാണെന്ത് മാക്സ്വെൽ ലോ എന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ഗ്രാഫ് നോക്കണം. അതായത് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റി ഉള്ള ഒരു ഇതാണ് ഗ്രാഫ്. അതായത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ, T1 T2 എന്നുള്ള ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ അതിനെന്താണ് y ആക്സിസിൽ എടുത്തിരിക്കുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് മോളിക്യൂൾസ് ഹാവിങ് വെലോസിറ്റി c. അതാണ് ഇതിൻ്റെ x ആക്സിസിൽ എന്താണ് c വെലോസിറ്റിയാണ്. അപ്പോൾ അത് ആ ഗ്രാഫ് നോക്കുക, T2 T1 ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ബ്രോഡൻ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യാണ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ആ കേവ്, ഡിസ്ട്രിബ്യൂഷൻ കേവുകളെല്ലാം. അതുപോലെ എന്താണ്, അത് താഴേക്ക് പോകുന്നതും ഫ്ലാറ്റൻ ചെയ്യാണ് ആ സൈഡിലേക്ക് പോകുമ്പോൾ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ എന്ത് ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താണ് സിഗ്നിഫിക്കൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ 5 സിഗ്നിഫിക്കൻസ് ഉള്ളത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു മോളിക്യൂൾസിൻ്റെ എന്താണ് മോഷൻലെസ് ആയിട്ട് കാണുന്ന പ്രോബബിലിറ്റി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് എ മോളിക്യൂൾ ബീങ് മോഷൻലെസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് വെരി വെരി സ്മോൾ. അതാണെന്ത് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞതോ, വെരി ലോ വെലോസിറ്റി അതുപോലെ വെരി ഹൈ വെലോസിറ്റി കാണുന്ന ആ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും, അതും വളരെ കുറവായിരിക്കും. അതായത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിങ് എയ്തർ വെരി ലോ വെലോസിറ്റി ഓർ വെരി ഹൈ വെലോസിറ്റി ഈസ് വെരി സ്മാൾ. അതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡിസ്ട്രിബ്യൂഷൻ കേവ് ഇല്ലേ, ദ പീക്ക് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കേവ്. നമ്മളിപ്പോൾ ഒരു ടെമ്പറേച്ചർ എടുക്കുക, T1 എന്നുള്ള ടെമ്പറേച്ചർ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കേവ് നമുക്കറിയാം. ആ ഒരു ഇതിൽ മാക്സിമം നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ള വെലോസിറ്റിയാണ് എന്ത് ഉണ്ടാവുക. അതിനാണ് എന്ത് പറയുന്നത്, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഇപ്പോൾ നമ്മളൊരു ടെമ്പറേച്ചർ എടുക്കുകയാണ്, ആ ഒരു ടെമ്പറേച്ചറിൽ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രോസസ്സ് ചെയ്ത ഒരു C1 എന്നുള്ള വെലോസിറ്റി ആണെങ്കിൽ അതാണ് അതിൻ്റെ എന്ത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഇനി നാലാമത്തെ പോയിന്റ് എന്താ നോക്കാം. നാലാമത്തെ പോയിന്റ്, നമ്മളൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, ഈ ഇതൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾ ആ ഗ്രാഫ് തൊട്ട് മുമ്പത്തെ സ്ലൈഡിലുള്ള ഗ്രാഫ് ഒന്ന് നോക്കണം. അപ്പോൾ ആ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം C1 C2 ഒരു ഏരിയയിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏരിയ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൽ എത്ര നമ്പർ മോളിക്യൂൾസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് മെഷർ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ആ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ എത്ര മോളിക്യൂൾസ് ആ ഒരു വെലോസിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അഞ്ചാമത്തെ പോയിൻ്റാണ് എന്ത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, അവിടെ 3 മാറ്റങ്ങൾ നടക്കുന്നത്. അത് ഫസ്റ്റ് വണ്ണാണ് എന്ത്, അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, റൈസ് ഇൻ ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് ഹയർ വെലോസിറ്റി. അതായത് ഹയർ വെലോസിറ്റിയിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഉയരും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കാണുന്നത്, ബ്രോഡനായിട്ട് ആ ഒരു ഗ്രാഫിൽ നമുക്ക് ഒരു പീക്ക് കാണുന്നില്ല, ഒരു ഡിസ്ട്രിബ്യൂഷൻ കേവ് നമുക്കൊരു ബ്രോഡനായിട്ട് കാണുന്നത് അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണുന്നത്, ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കാണുന്നത്, നമുക്ക് അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണുന്നത്. ഇപ്പോൾ നമ്മൾ T1 T2 ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ T2 ആണ് കൂടുതൽ, അതായത് T2 ഈസ് ഗ്രേറ്റർ ദാൻ T1 ആണെങ്കിൽ ഈ T2 ഗ്രാഫ് നോക്കാം, അതെന്താണ് കുറച്ചും കൂടെ ബ്രോഡനായി, കാരണം ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഒന്നും കൂടെ ബ്രോഡനായി. അതുപോലെ എന്താണ് റൈറ്റിലേക്ക് ഇത്തിരി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആവുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പ്രോസസ്സിങ് ദ ആക്ച്വൽ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഡിക്രീസ്. അതായത് എന്താണ്, ആ ഒരു മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ത് ചെയ്യാണ്, അതിൻ്റെ ഫ്രാക്ഷൻ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് എന്ത്, ആ ഒരു കാര്യം കൊണ്ട് എന്തുണ്ടാവും,
അവിടെ എന്ത് ചെയ്യും, ഫ്ലാറ്റൻ ചെയ്യും. അതായത് ഗെറ്റ് ഫ്ലാറ്റൻ ഡൗൺവാർഡ് അറ്റ് ദ ടോപ്പ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഇപ്പോൾ T2ൻ്റെയും T1ൻ്റെയും ആ ഒരു രണ്ടിൻ്റെയും കേവ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ്, T2 കേവ് ആണെന്നുകൂടെ ഒന്നും കൂടെ ഒരു T1നേക്കാളും മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലാറ്റനായി പോകുന്നുണ്ട് ഇല്ലേ. T1 ആണെങ്കിൽ ഒന്നും കൂടെ താഴത്തെ, അതായത് അറ്റം നോക്കാം, ടെമ്പറേച്ചർ ഏറ്റവും കൂടിയിട്ടുള്ള ഭാഗം നോക്കാം. ടെമ്പറേച്ചർ ഏറ്റവും കൂടിയിട്ടുള്ള T2 T1, T2ൽ എന്ത് ചെയ്യും, ഒന്നും കൂടെ പെട്ടെന്ന് ഫ്ലാറ്റനായി പോകുന്നുണ്ട്. അതായത് മോൾ ഭാഗത്തിന് എന്ത് ചെയ്യും, ഫ്ലാറ്റനായിട്ട് പോകും. അപ്പോൾ നമ്മൾ T3 ഗ്രാഫും കൂടെ വരക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒന്നും കൂടെ ബ്രോഡൻ ആവും. അതായത് T3 എന്നുള്ള ഒന്നും കൂടെ T2നേക്കാളും ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള ഇനിയൊരു ഗ്രാഫും കൂടെ വരക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒന്നും കൂടെ ബ്രോഡൻ ആയിട്ടുള്ള, അതായത് T2നേക്കാട്ടും വീണ്ടും എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള, അതുപോലെ എന്ത് ചെയ്യും, അതിനെ ബോട്ടം ലാസ്റ്റ് അറ്റം ഉണ്ടാവില്ലേ, അതൊന്നും കൂടെ എന്ത് ചെയ്യും, ഫ്ലാറ്റ്, ഏറ്റവും മുകളിൽ ഫ്ലാറ്റിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്രോഡൻ ഉണ്ടാവും, അതുപോലെ എന്താണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അതുപോലെ എന്താണ് ഗെറ്റ് ഫ്ലാറ്റൻ ഡൗൺവാർഡ് അറ്റ് ദ ടോപ്പ്. അപ്പോൾ ഈ സിഗ്നിഫിക്കൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലർ വെലോസിറ്റിയാണ്. 3 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. അതിലൊന്നാണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മീൻ ഓഫ് വെലോസിറ്റി പോസസ്ഡ് ബൈ ആൾ ദ മോളിക്യൂൾസ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. അതൊരു ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ എല്ലാ മോളിക്യൂൾസും പോസസ് ചെയ്തിട്ടുള്ളൊരു ആവറേജ് വെലോസിറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു n മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ അതിലെന്താണ്, ഓരോന്നിനും ഇൻഡിവിജ്വൽ വെലോസിറ്റി, n മോളിക്യൂൾസ് ആണ് 1 to n മോളിക്യൂൾസ്, അതിൽ ഓരോന്നിൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നതാണ് C1 C2 അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഒരു ഒരു n മോളിക്യൂൾസിൻ്റെ അതായിരിക്കും Cn. അപ്പോൾ അതിനൊരു ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതായിരിക്കും V = C1 + C2 പ്ലസ് അങ്ങനെ C3 പ്ലസ് അങ്ങനെ പോയിട്ട് എന്താവും Cn വരെ, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ N. അതായിരിക്കും എന്ത്, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ നോക്കാം, ഒരു ഗ്രൂപ്പ്, ഇഫ് എ ഗ്രൂപ്പ് ഓഫ് N1 മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്താണ്, C1 ആണ് എന്നെങ്കിൽ, അതുപോലെ എന്താണ്, ഇപ്പോൾ ഒരു N2 ഗ്രൂപ്പ് ഉണ്ട്, അത് കുറേ ഗ്രൂപ്പുകളാക്കി തിരിക്കുകയാണ്. ഇപ്പോൾ N1 ഗ്രൂപ്പുള്ള മോളിക്യൂൾസിന് C1 എന്ന വെലോസിറ്റിയും, അതേമാതിരി N2 എന്നുള്ളൊരു ഗ്രൂപ്പിന് C2 വെലോസിറ്റി, അങ്ങനെ N3 എന്ന ഗ്രൂപ്പിന് C3 വെലോസിറ്റി, നമ്മളൊരു ഗ്രൂപ്പിന് ഇത്ര വെലോസിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ N മോളിക്യൂൾസ് ആണെങ്കിൽ എന്താണ്, ഒരു N മോളിക്യൂൾസിന് എന്താണ് ഒരു Cn വെലോസിറ്റി ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ നമ്മൾ നോക്കാം, V = N1 C1 + N2 C2 + N3 C3 അങ്ങനെ എന്ത് വരും, N Cn വരെ വരും, ഡിവൈഡ് ബൈ N1 + N2 + N3 + Nn. എന്താണ് N1 N2 N3 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അത് നമ്മളൊരു ഗ്രൂപ്പാക്കി എടുത്ത് ആ ഗ്രൂപ്പുകളെല്ലാം കൂടി ആഡ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, ക്ലാസ് ഇപ്പോൾ ഒരു 30 പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, 5 ഗ്രൂപ്പാക്കി തിരിച്ചു, ഓരോ ഗ്രൂപ്പിലും 6 ആൾ അങ്ങനെ. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ എന്താണ് N1, ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ N1 ഗ്രൂപ്പാണ്, അതിൽ എത്രയാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ C1 ആക്കി നമ്മൾ കൊടുക്കുക. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ N2, അതിൻ്റെ വെലോസിറ്റി C2, അങ്ങനെ 6 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 6 ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആവറേജ് വെലോസിറ്റി നമ്മൾ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, V = N1 C1 + N2 C2 + N3 C3 + N4 C4 + N5 C5 + N6 C6 ഡിവൈഡ് ബൈ N1 + N2 + N3 + N4 + N5 + N6. ഇവിടെ അത്ര ഗ്രൂപ്പുകളുണ്ടോ, നമ്മളൊരു കൺസിഡർ ചെയ്ത എക്സാമ്പിളിൽ കേട്ടോ പറയണത്. അപ്പോൾ ഇവിടെ n ടൈംസ് ഉണ്ടെങ്കിൽ അത്രയും കൂടും. അപ്പോൾ അതാണ് ഇവിടെ എന്ത്, ആവറേജ് വെലോസിറ്റി കാണാനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ എന്ത് ചെയ്യാണ്, മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം മോളിക്കുലർ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക, V = √8RT/πm. അപ്പോൾ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതാണ് V = √8RT/πm. ഇവിടെ ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കും,
നമ്പർ 8 6 പൈ എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എം എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് ഗ്യാസ് ആണ്. അതായത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്താണ്. ഏതാണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, അതായത് RMS വെലോസിറ്റി എന്ന് പറയും. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ യു ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വെലോസിറ്റി പൊസസ്ഡ് ബൈ ഓൾ ദ മോളിക്യൂൾസ് അറ്റ് ടെമ്പറേച്ചർ. ഇപ്പോൾ നമുക്കറിയാം ആവറേജ് വെലോസിറ്റി അല്ലേ, ആ വെലോസിറ്റിയുടെ എന്താണ് സ്ക്വയർ ഉണ്ടാവും. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത് RMS സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാണ് ഒരു വെലോസിറ്റി എല്ലാ മോളിക്യൂൾസും പൊസസ് ചെയ്തിട്ടുള്ള വെലോസിറ്റിയുടെ സ്ക്വയർ, അതിൻ്റെ ഒരു മീൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത് RMS വെലോസിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു n മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ C1 C2 Cn ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും U ഈക്വൽ ടു റൂട്ട് ഓഫ് C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് Cn സ്ക്വയർ ബൈ n എന്നായിരിക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ എന്താണ് ഒരു ഗ്രൂപ്പിന് ഇപ്പോൾ N1 എന്ന ഗ്രൂപ്പിൻ്റെ വെലോസിറ്റി C1, അതുമാതിരി N2 എന്ന ഗ്രൂപ്പിൻ്റെ വെലോസിറ്റി C2, N3 എന്ന ഗ്രൂപ്പിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ C3, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടേമിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? U ഈക്വൽ ടു റൂട്ട് ഓഫ് N1 C1 സ്ക്വയർ പ്ലസ് N2 C2 സ്ക്വയർ പ്ലസ് N3 C3 സ്ക്വയർ, അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും N Cn സ്ക്വയർ ഡിവൈഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് N3, അങ്ങനെ പോയിട്ട് എത്ര വരെ വരും Nn. അതായത് ഈ ഡിനോമിനേറ്ററിലുള്ളതാണ് N1 പ്ലസ് N2 പ്ലസ് N3 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം ക്യാപിറ്റൽ ലെറ്റർ N ആയിട്ട് മാറ്റി എഴുതാം. ഇതാണ് എന്ത് റൂട്ട് മീൻ RMS വെലോസിറ്റിയുടെ ഇത് നമ്മളൊരു ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ അതിലെ RMS വെലോസിറ്റി അറ്റ് ടെമ്പറേച്ചർ T കെൽവിൻ എന്തായിരിക്കും U ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT/m. R എന്താണ് നമുക്കറിയാം ഗ്യാസ് കോൺസ്റ്റൻറ്റ്, 3 നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ടാവും, M എന്താണ് മോളിക്കുലർ മാസ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണത് മോളിക്കുലർ വെലോസിറ്റിയിലെ മൂന്നാമത്തെ ടൈപ്പാണത് മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റി. മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ അറിയാം മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റി എന്താണെന്ന് അറിയാം. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ആൽഫയാണ്. അതെന്താണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെലോസിറ്റി പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് ടെമ്പറേച്ചർ. ആ ഒരു ടെമ്പറേച്ചറിൽ മോളിക്യൂൾസ് പൊസസ് ചെയ്തിട്ടുള്ള അതായത് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് പൊസസ് ചെയ്തിട്ടുള്ള വെലോസിറ്റിയാണ് എന്ത് മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റി. അതിന് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഇക്വേഷനാണ് എന്ത് ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് 2RT/m. m എന്ന് പറഞ്ഞാൽ എന്താണ് മോളിക്കുലർ മാസ് ഓഫ് ഗ്യാസ്. അപ്പം മൂന്ന് ടൈപ്പ് വെലോസിറ്റി നമ്മൾ പറഞ്ഞു. ഇനി അതെല്ലാം കൂടെ നമ്മൾ എന്താണ് റിലേഷൻഷിപ്പ് കാണുകയാണ്. അപ്പോൾ 3 ടൈപ്പ് ആയിരുന്നു ആവറേജ് വെലോസിറ്റി, RMS വെലോസിറ്റി, മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റി ആയിരുന്നു പറഞ്ഞത്. ഇനി അത് 3 നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടെത്താൻ പോവാണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്നാൽ റൂട്ട് 8RT/m, RMS പറഞ്ഞാൽ റൂട്ട് 3RT/m, മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് ഓഫ് 2RT/m. അപ്പോൾ ആ 3 റിലേഷൻഷിപ്പും കൂടെ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടി ചെയ്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം V ഈക്വൽ ടു എന്ത് എഴുതാം റൂട്ട് ഓഫ് 8RT/m എന്ന് എഴുതാം. ദാറ്റ് ഈസ് എന്താണ് റൂട്ട് ഓഫ് 8/3π ഇൻറ്റു 3RT/m. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ 8/3π ഇൻറ്റു 3RT/m. അപ്പോൾ നമുക്കറിയാം 3RT/m റൂട്ട് ഓഫ് 3RT/m എന്ന് പറയുന്നത് എന്താണ് U ആണ്, അത് RMS വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് ഓഫ് 8/3π ഇൻറ്റു U എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 0.9213 U. അതായത് അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്തായിട്ട് മാറി 0.9213 U എന്നായിട്ട് കിട്ടി. ഇതാണ് ഒരു റിലേഷൻ. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ നമ്മൾ കണ്ടത് ആവറേജ് വെലോസിറ്റിയും RMS വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റിയും
മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയും RMS വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. എന്താണ് ആൽഫ ഈക്വൽ ടു √2RT/πm. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത്, അപ്പോൾ എന്ത് കിട്ടി, √2/3 × 3RT/m. അപ്പോൾ √3RT/m എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം u ആണ്, അതായത് RMS വെലോസിറ്റി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈക്വൽ ടു √2/3u എന്ന് എഴുതാം. അതായത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഈക്വൽ ടു എന്താണ്, 0.816u ആണ്. അപ്പോൾ അങ്ങനെ മൂന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, റിലേഷൻ കണ്ടെത്തുന്നതാണ് ആൽഫ ഈക്വൽ ടു v ഈക്വൽ ടു u ഈക്വൽ ടു എന്തായിട്ട് വരും, നമ്മളൊരു ആവറേജ് വെലോസിറ്റി, ഫസ്റ്റ് എന്താണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, അതായത് ആൽഫ ഈക്വൽ ടു ആൽഫ ഈസ് ടു റേഷ്യോ നമ്മൾ എഴുതുന്നത് ആൽഫ ഈസ് ടു v ഈസ് ടു u. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, RMS വെലോസിറ്റി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.816:0.9213:1 എന്ന് നമുക്ക് എഴുതാം. അതായത് നമുക്ക് എങ്ങനെ പറയാം, അതായത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും RMS വെലോസിറ്റി നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഇങ്ങനെയും കൂടെ എഴുതാം. ഏത് 1:1.28:1.224 എന്ന് അങ്ങനെയും കൂടെ നമുക്ക് ആക്കി എഴുതാം. അപ്പോൾ ഈ 3 റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നത് ഏതൊക്കെയാണ്, 3 റേഷ്യോ, അതായത് 0.816:0.9213:1 എന്നുള്ള ഒരു റേഷ്യോ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. എത്രയായിരുന്നു, ആൽഫ ഈക്വൽ ടു, അതായത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഈക്വൽ ടു എന്താണ് 0.816u, ആവറേജ് വെലോസിറ്റി എന്താണ് 0.9213u. ഈക്വേഷൻസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് RMS വെലോസിറ്റിയും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഐഡിയൽ ബിഹേവിയർ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെമ്പറേച്ചറിലുള്ള RMS വെലോസിറ്റിയും അതിൻ്റെ ഡെൻസിറ്റി d തമ്മിലുള്ള റിലേഷൻ നോക്കാം. u ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം √3RT/m ആണ്. അപ്പോൾ RT ഈക്വൽ ടു നമുക്കറിയാം PV ഈക്വൽ ടു nRT അല്ലേ. അപ്പോൾ n 1 നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ അവിടെ എന്താണ് PV ഈക്വൽ ടു RT. അപ്പോൾ RTയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, PV എന്ന് എഴുതാം, അതായത് √3PV/m. അപ്പോൾ നമുക്കറിയാം എന്താണ് V/m എന്താണ് മാസ് ബൈ വോളിയം ആണെങ്കിൽ ഡെൻസിറ്റി. അപ്പോൾ ഡിനോമിനേറ്ററിൽ എമ്മും ന്യൂമറേറ്ററിൽ വി ആയത്, അപ്പോൾ അത് മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കാം, ഡെൻസിറ്റി d എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണെന്ത് RMS വെലോസിറ്റിയും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണെന്ത് u ഈക്വൽ ടു √3p/d. p എന്ന് പറയുന്നത് പ്രഷർ, d എന്ന് പറയുന്നത് ഡെൻസിറ്റി. അപ്പോൾ ഇക്വേഷൻസൊക്കെ നോട്ട് ചെയ്യുക, പ്രോബ്ലംസൊക്കെ ചെയ്യാനുണ്ടാവും.